ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാം ഒരു പുഴയുടെ മറുകരയിലെത്താൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. അതിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ഒരു കാലെടുത്ത് വെച്ച് പുഴയിലെ വെള്ളത്തിൻ്റെ ആഴമളക്കാൻ ഓർമ്മിക്കാറില്ലേ? പുഴയിലെ വെള്ളത്തിൻ്റെ ആഴം എന്തെന്ന് മനസ്സിലാക്കാതെ നമ്മിൽ ആരെങ്കിലും പുഴയിലേക്ക് രണ്ട് കാലും ഒരുപോലെ എടുത്തു വയ്ക്കുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഭോഷനെന്ന് നാം അയാളെക്കുറിച്ച് പറയില്ലേ? നമ്മുടെ ജീവിതത്തിലെ കാര്യവും ഇതുപോലെയാണ്. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാൻ. ബുദ്ധിയും വിവേകവുമൊക്കെയുള്ളവരാണെന്ന് നാം സ്വയം അവകാശപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വിവേകപൂർവമാണോ ഓരോ തീരുമാനമെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും? ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെട്ടിരുന്നാൽ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ലെന്നത് ശരിയാണ്. എന്നാൽ ഈ ചിന്താഗതി എന്തു കാര്യത്തിലേക്കും എടുത്തു ചാടാനുള്ള അവസരമായി നാം ഉപയോഗിക്കരുത്. നാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുവഴിയുണ്ടാകുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചും ഏകദേശം ഒരു ആശയമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ ഒരുമ്പെട്ടാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന് ഏറെ ആഘാതമേൽപ്പിച്ചേക്കാം. നമ്മുടെ തന്നെ ജീവിതത്തിലുള്ള എത്രയെത്ര അനുഭവങ്ങൾ ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ മറുകരയിൽ സുരക്ഷിതമായി എത്താൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാം. ഇത് സാധ്യമാകണമെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധ ഉണ്ടായി മതിയാകൂ. സങ്കീർത്തനങ്ങൾ 37:30. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവൻ്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.